2016 അധികാരത്തിൽ വന്ന പിണറായി ഗവൺമെൻറ്. ആ ഗവൺമെൻറ് 5 വർഷക്കാലം ഭരിച്ചു. ആ ഗവൺമെൻറ് 5 വർഷക്കാലത്തെ ഭരണം എന്ന് പറയുന്നത് ഒരു മാനിഫെസ്റ്റോ വെച്ചു. ആ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും 5 വർഷം കൊണ്ട് നടപ്പിലാക്കി. 1 സെന്റ് ഭൂമി പോലും ഇല്ലാത്ത പാവങ്ങളുടെ നാടായിരുന്നത് ആ കേരളത്തെ മാറ്റി ഭൂരഹിതരില്ലാത്ത കേരളമാക്കി. അതാണ് കേരളത്തിൽ ചെയ്തത്. ഇത്തരത്തിലുള്ള പുരോഗമനപരമായ ഒട്ടനവധി നടപടികൾ, അധികാര വികേന്ദ്രീകരണം, സമ്പൂർണ്ണ സാക്ഷരത, അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷിതത്വം, സ്ത്രീകൾക്ക് തുല്യ അവകാശം, ഇത്തരത്തിലുള്ള ഒട്ടനവധി നിയമനിർമ്മാണങ്ങൾ നടത്തി കേരളത്തെ പുരോഗമനപരമായ വഴികളിലൂടെ ചലിപ്പിച്ചു കൊണ്ടുവന്നു. അതുകൊണ്ടൊരു തുടർഭരണം ഉണ്ടായാലേ കേരളം വികസിക്കുകയുള്ളൂ. ഇത് 16ാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തുടർഭരണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഭരിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഈ കേരളം നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന നേട്ടങ്ങൾ ഉറപ്പിച്ചു നിർത്താനും അതിനൊരു തുടർച്ചയുണ്ടാകാനും ഇടതുപക്ഷം വീണ്ടും അധികാരത്തിലേക്ക് വരണം. അതിനു വേണ്ടിയിട്ടുള്ളതാണ് ആ വിശദീകരണങ്ങളെല്ലാം. ഇപ്പം നമ്മുടെ കേരളം ഒരുപാട് വളർന്ന് വികസിച്ചിട്ടുണ്ട്. ആ വികസനത്തിൻ്റെ ഒരു ഭാഗം ആരംഭിക്കുന്നത് 957 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരമേറ്റെടുത്തത് മുതലാണ്. 47 സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ഭാഷാ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം 57 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അന്ന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കേരളം എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാട് തയ്യാറാക്കി. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കേരളത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി രൂപപ്പെട്ടു വന്നതാണ് ആ പരിപാടി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജന്മി നാടുവാഴിത്ത വ്യവസ്ഥ അവസാനിപ്പിച്ചുകൊണ്ട് കാർഷിക രംഗത്ത് സമഗ്രമായ ഒരു പരിഷ്കരണം വരുത്തി ജന്മി നാടുവാഴിത്ത വ്യവസ്ഥയുടെ വേരറുക്കുക എന്നുള്ളതാണ്. വാരംപാട്ടം വ്യവസ്ഥയെല്ലാം അവസാനിപ്പിച്ച് മണ്ണിൽ പണിയെടുക്കുന്ന കൃഷിക്കാരന് ഭൂമി നൽകാൻ വേണ്ടിയിട്ടുള്ള ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കർഷക പ്രസ്ഥാനവും ഉയർത്തിക്കൊണ്ടുവന്ന ആവശ്യമാണ് പ്രധാനമായും അന്നത്തെ മാനിഫെസ്റ്റോയിൽ ഉയർത്തിയത്. എന്നാൽ 47 മുതൽ 57 വരെ ഇവിടെ ഭരണം നടത്തിയിരുന്ന കോൺഗ്രസ്, അന്ന് മദിരാശി സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു ഈ മലബാർ. ആ മലബാറിലെല്ലാം കോൺഗ്രസ് നടത്തിയത് നിഷ്ഠൂരമായിട്ടുള്ള അടിച്ചമർത്തലുകൾ നയമാണ്. ആ കാലഘട്ടത്തിലാണ് ജനവിരുദ്ധമായ നയങ്ങൾ, ഉദാഹരണത്തിന് നമ്മുടെ ഇവിടുന്ന് ഏതാണ്ട് ഒരു 25 കിലോമീറ്റർ പോയാൽ കൊളച്ചേരി മയിൽ പ്രദേശത്തുള്ള വലിയൊരു ഉയർന്ന പ്രദേശമാണ് പാടിക്കുന്ന്. ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അന്ന് കമ്മ്യൂണിസ്റ്റുകാരായ 2 പേരെ കള്ളക്കേസ് ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെച്ചു. പിന്നീട് കോൺഗ്രസിൻ്റെ ഗുണ്ടാ സംഘം ഓടിപ്പിടിച്ച ഒരാളെ മയിൽ പോലീസ് ക്യാമ്പിൽ കൊണ്ടുപോയി. അവിടുന്ന് മയിൽ പോലീസ് ക്യാമ്പിൽ നിന്നും സെൻട്രൽ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ വിടുന്നു എന്ന് പറഞ്ഞ് 2 പേരെ കോൺഗ്രസ്സുകാർ ജാമ്യത്തിലെടുത്തി. ഈ 3 പേരെയും പോലീസ് വണ്ടി കയറ്റി 1950 മെയ് 4 50 സ്വാതന്ത്ര്യം കിട്ടി 3 വർഷം കഴിഞ്ഞതിന് ശേഷം ആ പാടിക്കുന്നിൽ കൊണ്ടുപോയി നിർത്തി. അവിടെ ഒരു മരത്തിൻ്റെ ചോട്ടിൽ നിർത്തി കൈ രണ്ടും മരത്തിൽ ബന്ധിച്ച് അവർ 3 പേരെ വെടിവെച്ചു കൊന്നു. സംഭവമാണത്. അതുപോലെ തന്നെയാണ് സേലം ജയിലിൽ നടന്ന വെടിവെപ്പ്. മലബാറിലുള്ളവരും തമിഴ്നാട്ടിലുള്ള കൃഷിക്കാരുമാണ് അതിൻ്റെ നേതാക്കളാണ് വെടിയേറ്റ് മരിച്ചത്. 22 പേരെയാണ് സേലം ജയിലിൽ കോഴിപ്പുറത്ത് മാധവമേനൻ്റെ കോൺഗ്രസിൻ്റെ ഭരണം കശാപ്പ് ചെയ്തത്. ഈ കേരളത്തിൽ പ്രത്യേകിച്ച് വടക്കേ ഈ മലബാറിലെല്ലാം വ്യാപകമായിട്ടുള്ള നരനായാട്ടും അക്രമങ്ങളും ജന്മിമാരുടെയും വൻകിടക്കാരുടെയും താല്പര്യം സംരക്ഷിക്കുന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചു. ആ നിലപാടിനെതിരായി കേരള ജനതയെ കാത്തു സൂക്ഷിക്കാനാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചത്. ആ പ്രവർത്തനത്തിൻ്റെ ഫലമായി 57 ഭാഷാ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം 1ാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിച്ചു. ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് നൽകി.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സ്വതന്ത്രന്മാരും കൂടി ചേർന്നുകൊണ്ട് കേരള നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ടാക്കി. ആ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അധികാരത്തിൽ വന്നു. ആ ഗവൺമെൻറ്റാണ് ഇന്നത്തെ കേരളം സൃഷ്ടിക്കുന്നതിനുള്ള അടിത്തറ പാകിയത്. അതാണ് കാർഷിക ബന്ധ ബിൽ. കൃഷിക്കാരെ സംബന്ധിച്ച് അവരുടെ ഒരു മാഗ്ന കാർട്ടയാണ്. ഒരു നിയമത്തിന് രൂപം കൊടുത്തു. വാരം പാട്ടം വ്യവസ്ഥയ്ക്ക് നിയന്ത്രിക്കാൻ കൃഷിക്കാരന് സംരക്ഷണം കൊടുക്കുന്ന ഒരു നിയമമാണത്. അതുപോലെ തന്നെ കർഷക തൊഴിലാളികളെ സംരക്ഷിക്കുന്ന നിയമമാണത്. ആ ഗവൺമെൻറ് തന്നെയാണ് ഇവിടെ ഇന്ന് കേരളം വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ഉയർന്ന സംസ്ഥാനമാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഒരു വലിയ വളർച്ചയാണ് നമ്മളിപ്പോൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വിദ്യാഭ്യാസത്തിന് അടിത്തറ പാകിയതാണ് ജോസഫ് മുണ്ടശ്ശേരി മാഷയുടെ വിദ്യാഭ്യാസ ബിൽ. ആ ബില്ല് നിയമസഭയിൽ പാസ്സാക്കി എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാൻ. ആ കാലഘട്ടത്തിൽ എഴുത്തും വായനയും പറയുന്നവർ എത്ര പേരാ കേരളത്തിൽ? കോളേജ് വിദ്യാഭ്യാസം കയ്യിലെണ്ണാവുന്നവർക്കല്ലേ ഉള്ളൂ. അതും മദ്രാസിലൊക്കെ പോയി പഠിക്കണ്ടേ? മലബാറുകാരാണെങ്കിൽ ചുരുക്കം കോഴിക്കോടെങ്കിലും എത്തണം. വലിയ പണമുണ്ടെങ്കിൽ മാത്രമേ പഠിക്കാൻ സാധിക്കൂ, ഡിഗ്രി നേടാൻ സാധിക്കൂ. അങ്ങനെയുള്ള കേരളത്തിൽ സാർവത്രികമായ വിദ്യാഭ്യാസം നടപ്പിലാക്കി വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കത്തക്ക നിലയിലുള്ള ഒരു നിയമത്തിനാണ് രൂപം കൊടുത്തത്. ഇവിടെ എന്താ നടന്നത്? ഈ രണ്ട് ബില്ലും കൊണ്ടുവന്നപ്പോൾ ആ നിയമത്തെ അട്ടിമറിക്കാൻ കേരളത്തിൻ്റെ സമഗ്രമായ പുരോഗതിയും വളർച്ചയും കേരള ജനതയുടെ അഭിവൃദ്ധിയുമാണ് ലക്ഷ്യം. ആ ഗവൺമെൻറ്റിനെ, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അട്ടിമറിക്കാൻ ഇവിടെ സമരം സംഘടിപ്പിച്ചു. സമരം പരാജയപ്പെട്ടു. അപ്പോഴാണ് കോൺഗ്രസ് പാർട്ടി കേന്ദ്രഭരണം ഉപയോഗിച്ചുകൊണ്ട് നിയമസഭയിൽ ഭൂരിപക്ഷമുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പിരിച്ചുവിട്ടു. എന്തടിസ്ഥാന ജനാധിപത്യ കശാപ്പാണ് കോൺഗ്രസ് നടത്തിയത്. അന്ന് മുതൽ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണിത്. 59 ആ ഗവൺമെൻറ് പിരിച്ചുവിട്ടു. പക്ഷെ 67 വീണ്ടും EMS വന്നു. പിന്നീട് വന്ന കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ആ നിയമത്തെ മുഴുവൻ അട്ടിമറിക്കുകയാണ് ചെയ്തത്. വീണ്ടും 67 EMS വന്നപ്പോൾ 57ൻ്റെ തുടർച്ചയെന്നുള്ള നിലയിൽ നിയമനിർമ്മാണം നടപ്പിലാക്കി. അതിൻ്റെ തുടർച്ചയുണ്ടാക്കി. കേരളത്തിൽ ഭൂരഹിതർക്ക് ഭൂമി, കർഷക തൊഴിലാളികൾക്ക് ഭൂമി, കൃഷിക്കാരന് ഭൂമിയിൽ ഉടമസ്ഥാവകാശം, ആ തരത്തിലുള്ള ഒരു നിയമത്തിന് രൂപം കൊടുത്തു. ആ നിയമത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. ആ നിയമത്തിനെതിരായിട്ട് സുപ്രീം കോടതി വരെ കേസ് നടത്തിച്ചു. കാസർഗോഡ് ഒരു മഠാധിപതി കേസ് കൊടുത്തു. അത് ഈ ഭൂപരിഷ്കരണ രംഗത്തെ പ്രശസ്തമായ ഒരു നിയമമാണ്, ഒരു കേസായിരുന്നു. ഇവിടുത്തെ ഒരു മഠാധിപതി കേശവാനന്ദ ഭാരതി, വൈസ് ഗവൺമെൻറ് ഓഫ് കേരള, ആ നിയമം പാസ്സാക്കാതിരിക്കാൻ, ആ നിയമത്തെ സംരക്ഷിക്കാൻ 9ാം ഷെഡ്യൂളിൽപ്പെടുത്തിയിരുന്നു ആ ഗവൺമെൻറ്. അത് നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. ഞങ്ങൾക്ക് ഭൂമി സമ്പാദിക്കാനും അതിൻ്റെ അടിസ്ഥാനം ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവിടെ ഞങ്ങൾ കൈവശമുള്ള ഞങ്ങളുടെ 1000 ഏക്കർ ഭൂമി, 300 ഏക്കർ ഭൂമി, 200 ഏക്കർ ഭൂമി അതിങ്ങനെ ഏറ്റെടുത്ത് കൊടുക്കാനുള്ള ഒരു അധികാരവും ഈ ഗവൺമെൻറ്റിനില്ല. ഞങ്ങളുടെ മൗലിക അവകാശത്തിൻ്റെ ലംഘനമാണത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കേസ്. ആ കേസ് 63 ദിവസക്കാലമാണ് വിചാരണ നടത്തിയത്. ഒരു ഭരണഘടനാ ബെഞ്ച് വന്നു. ആ ഭരണഘടനാ ബെഞ്ചിൽ 13 ജഡ്ജിമാരാണ്. ആ 63 ദിവസക്കാലം വാദം കേട്ടു. അന്ന് പൾക്കിവാലയാണ് കേരള ഗവൺമെൻറ്റിന് വേണ്ടി അവിടെ ഹാജരായത്. EMS ഗവൺമെൻറ്റിന് വേണ്ടി, ഐക്യമുന്നണി ഗവൺമെൻറ്റിന് വേണ്ടി വാദം നടന്നു. അവസാനം 7 ജഡ്ജിമാർ പറഞ്ഞു, ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിന് ജനങ്ങൾക്ക് വേണ്ടി നിയമം ഉണ്ടാക്കാം, അതിൽ തെറ്റില്ല. രണ്ടാമത് പറഞ്ഞു, അങ്ങനൊരു ഗവൺമെൻറ് നിയമം പാസ്സാക്കിയാൽ ആ നിയമം സംരക്ഷിക്കാനുള്ള അവകാശം ആ ഗവൺമെൻറ്റിനുണ്ട്. അത് സംരക്ഷിക്കാൻ 9ാം ഷെഡ്യൂൾപ്പെടുത്തിയതും തെറ്റില്ല. 7 ജഡ്ജിമാർ, 6 പേരെതിരായിരുന്നു. ഒരു ജഡ്ജിയുടെ ഭൂരിപക്ഷത്തിന് ആ നിയമം അംഗീകരിക്കപ്പെട്ടു. അതില്ലെങ്കിൽ ഈ കേരളം ഇന്നത്തെ കേരളമാകില്ല. ഈ ഭൂമി ജനങ്ങൾക്ക് ലഭിക്കുമായിരുന്നില്ല. കുടികിടപ്പ് അവകാശം കിട്ടുമായിരുന്നില്ല. ഇവിടെ ഈ കാണുന്ന റോഡുകളും പാലങ്ങൾക്കും ഭൂമി ഉണ്ടാക്കുമായിരുന്നില്ല. ഇതെല്ലാം സ്വകാര്യ സ്വത്താവും. അതിനെ മാറ്റിമറിച്ചത് ആ ഗവൺമെൻറ്റായിരുന്നു. ആ ഗവൺമെൻറ് ഭരിക്കാൻ പറ്റുമോ കോൺഗ്രസ് പാർട്ടി? പിന്നീട് വന്ന VK നായർ ഗവൺമെൻറ്, അതിനുശേഷം വന്ന VS ഗവൺമെൻറ്. അതിൻ്റെ ഒരു തുടർച്ചയാണ് 2016 അധികാരത്തിൽ വന്ന പിണറായി ഗവൺമെൻറ്. ആ ഗവൺമെൻറ് 5 വർഷക്കാലം ഭരിച്ചു. ആ ഗവൺമെൻറ് 5 വർഷക്കാലത്തെ ഭരണം എന്ന് പറയുന്നത് ഒരു മാനിഫെസ്റ്റോ വെച്ചു. ആ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും 5 വർഷം കൊണ്ട് നടപ്പിലാക്കി.
കേരളത്തിൽ മാറ്റമുണ്ടായി. ജനങ്ങളിൽ വലിയ പ്രതീക്ഷ വന്നു. 2021 വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വീണ്ടും നിങ്ങൾക്ക് ജനങ്ങൾക്ക് നൽകേണ്ട വാഗ്ദാനങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കി. ഇനിയുള്ള കാര്യങ്ങൾ, ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തുടർന്ന് നടപ്പിലാക്കി വിജയിപ്പിക്കാൻ കഴിയണമെങ്കിൽ ഒരു തുടർഭരണം വേണം. ആ തുടർഭരണമില്ലെങ്കിൽ ഇതെല്ലാം അട്ടിമറിക്കപ്പെടും. ഇതാണ് കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള അവസ്ഥ. മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളുടെ അവസ്ഥ അതാണ്. അതുകൊണ്ടൊരു തുടർഭരണം ഉണ്ടായാലേ കേരളം വികസിക്കുകയുള്ളൂ, കേരളത്തിൻ്റെ പുരോഗതി കൈവരിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ജനങ്ങൾ തുടർഭരണത്തിൻ്റെ പിന്തുണ നൽകണം. 92 സീറ്റ് നൽകി. രണ്ടാം ഗവൺമെൻറ് വന്നു. 99 നേരത്തെ ഉണ്ട്, 99 സീറ്റ് നൽകി. ആ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിലേക്ക് വന്നു, രണ്ടാം പിണറായി ഗവൺമെൻറ്. ആ ഗവൺമെൻറ് മുന്നോട്ട് വെച്ച മാനിഫെസ്റ്റോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കി. ഇപ്പോൾ വീണ്ടും ഇന്നലെ ഒരു മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ മാനിഫെസ്റ്റോയിലൂടെ കേരളം ഒരു പുതിയ കേരളമാകണം. കേരളത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്, അവയ്ക്കെല്ലാം പരിഹാരം കാണണം. ആ കേരളത്തിൻ്റെ പരിഹാരം കാണാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഭവനരഹിതരുള്ള കേരളമാണിത്. വീടില്ലാത്തവർ. അങ്ങനെ വീടില്ലാത്തവർ, കിടന്നുറങ്ങാൻ 1 സെന്റ് ഭൂമി പോലും ഇല്ലാത്ത, മരിച്ചാൽ കുഴിച്ചിടാൻ 1 സെന്റ് ഭൂമി പോലും ഇല്ലാത്ത പാവങ്ങളുടെ നാടായിരുന്നത്. ആ കേരളത്തെ മാറ്റി ഭൂരഹിതരില്ലാത്ത കേരളമാക്കി. അതാണ് കേരളത്തിൽ ചെയ്തത്. അതുപോലെ തന്നെ ഭവനരഹിതരില്ലാത്ത കേരളമാക്കി. 5 ലക്ഷം ആളുകൾക്ക് വീട് കൊടുത്തു കഴിഞ്ഞു.